പുറത്തൊക്കെ പോയി വന്നപ്പോൾ വേഗം ഫ്രിഡ്ജ് തുറന്ന് 2 ലൂബിക്കം കൂടെ തിന്നാമെന്ന് വിചാരിച്ചു. അങ്ങനെ 2 ലൂബിക്കൊക്കെ തിന്ന് പിന്നെ വിചാരിച്ചു എന്തിനാണ് ഇത്രയധികം ഉപ്പിലിട്ട് വെച്ചിരിക്കണേന്ന്. രണ്ടുണ്ട് കാര്യം. കുറച്ച് ഉപ്പിലിട്ടതായി, കുറച്ച് അച്ചാറായി. എനിക്കാണെങ്കിലേ ഭയങ്കര ഉപ്പിലിട്ട ഐറ്റംസൊക്കെ ഉണ്ടല്ലോ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എവിടെ കണ്ടാലും അത് ഒന്നോ രണ്ടോ പീസെങ്കിലും എന്തെങ്കിലും മേടിക്കാണ്ടിരിക്കില്ല. അങ്ങനെ ഇതാ നമുക്കിത് ഈ അച്ചാറിലേക്കുള്ള പണി അങ്ങോട്ട് തുടങ്ങാം. അച്ചാർ ഉണ്ടാക്കാനായിട്ട് അധികം ഐറ്റംസ് ഒന്നും ഇല്ല കേട്ടോ. എന്താ വെച്ചാൽ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ എനിക്ക് പറ്റുള്ളൂ. അച്ചാറും ഈ പറഞ്ഞ പോലെ തന്നെയാണ് കേട്ടോ. ഞാൻ കണ്ടാൽ വിടില്ല. സദ്യയിലൊക്കെ പോയി കഴിഞ്ഞാലുണ്ടല്ലോ അച്ചാർ മാത്രം ഇങ്ങനെ തിന്നുമായിരുന്നിട്ട്. അതേ കടുകിട്ടു, വറ്റൽമുളക് ഇട്ടു, പിന്നെന്താ കറിവേപ്പിലയ്ക്ക് ഇനി അപ്പുറത്തെ വീട്ടിലേക്ക് ഒന്ന് കയ്യെത്തി പിടിക്കാനൊന്നും എനിക്ക് വയ്യ. ഉള്ളത് കൊണ്ട് ഓണം പോലെ നേരത്തെ പറഞ്ഞു കേട്ടോ. പിന്നെന്താ ചോറൊക്കെ ഉണ്ണുമ്പോൾ സൈഡിലൊരു അച്ചാർ, അത് ആരായാലും പ്രതീക്ഷിക്കും അല്ലേ. അങ്ങനെ ഈ അച്ചാറിൻ്റെ അവസാന ഘട്ടത്തിലായി. അങ്ങനെ 4 ഇളക്കം കൂടെ ഇളക്കി അങ്ങോട്ട് അങ്ങനെ ഈ അച്ചാർ ഒരു പരുവത്തിലാക്കി. പിന്നെന്താ അച്ചാറൊക്കെ ഉണ്ടാക്കിയ ഒരു ക്ഷീണം